അക്കാര്യത്തിൽ പറയാനുള്ളത്, ഈ ആനയെ അന്ന് മയക്കുവെടി വെച്ച് വൂണ്ട് ക്ലീൻ ആക്കുന്ന ഒരു ദിവസം തന്നെ ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതിനെ അന്ന് തന്നെ ഇന്ന് ഈ ചെയ്ത പ്രവൃത്തി അന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആന രക്ഷപ്പെടുമായിരുന്നു. കാരണം അത് വൈകി എന്നുള്ളതിന് തർക്കമില്ല. കാരണം ബുള്ളറ്റ് കൊണ്ടുകൊണ്ടുണ്ടായ മുറിവാണെന്നും പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിൽ വന്നിരുന്നത്. അന്ന് അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാതെ അത് ആനകൾ കുത്തുകൂടിയതാണെന്നും പല വിധത്തിലുള്ള മറ്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണെന്ന് പുറത്തു വന്നിരുന്നത്. അന്ന് മയക്കുവെടി വെച്ച സമയത്ത് അതിനെ വ്യക്തമായിട്ട് പരിശോധിക്കുകയും അതിന് വേണ്ട ട്രീറ്റ്മെന്റും അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ അന്ന് കൊടുത്ത് അവിടെ തന്നെ വാച്ച് ചെയ്ത് 2-3 ദിവസം നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആന ശരിയില്ലായിരുന്നു. ഇതിപ്പം 1 മാസത്തോളം എടുത്തു. ആനയെ ആദ്യം ചികിത്സിച്ച് വീണ്ടും ആ മുറിവ് രണ്ടാമത് പിടികൂടുന്നതിന് വീണ്ടും 10-20 ദിവസത്തെ സമയം എടുത്തു. ആ കാലതാമസം ഉണ്ടായത് എങ്ങനെയാണെന്നാണ് കരുതപ്പെടുന്നത്. ഒരിക്കലും ഡോക്ടർമാർ അങ്ങനെ ഒരു നിർദ്ദേശം ഇത്രയും താമസം വേണ്ടി വരുമെന്ന് കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. അല്ല, അതിന്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഈ വനംവകുപ്പ് ആകുമ്പോൾ അതിന്റെ അനുമതി കിട്ടണം, അതിന്റെ മറ്റു കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കൽ നമ്മൾ മയക്കുവെടി വെച്ച് അതിനെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ കൊടുക്കേണ്ടതായിട്ടുള്ള കെയർ അതിന് അറ്റൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിരിക്കാൻ പറയാനുള്ളത്. അത് അന്ന് വ്യക്തമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ പ്രിമൈസിൽ തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ഏരിയയിൽ തന്നെ അതിനെ കൺഫൈൻ ചെയ്തിട്ട് നമുക്കൊന്ന് വാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് 1 മാസത്തോളം പല സ്ഥലങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയും അതിൻ്റെ കൂടെയുള്ള ആനകൾ അവരെ സഹായിക്കുകയും ഈ മണ്ണ് വാരിടലും വെള്ളമൊഴിക്കലും അങ്ങനെയുള്ള പരസ്പരം ചെയ്യുന്ന രീതിയിലുള്ള പല ആക്ടിവിറ്റീസിലും അവിടെ നാട്ടുകാർ കണ്ടതായിട്ട് നമ്മൾ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് വ്യക്തമായ രീതിയിൽ അതിനെ അറിയിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് തോന്നുന്നത്.